കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അഡ്ജോയിങ് പദ്ധതി നടപ്പായാൽ 2 ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം മുട്ടുമെന്നാണ് നാട്ടുകാരുടെ പരാതി. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ മന്തച്ചംവയൽ കേന്ദ്രീകരിച്ചും കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ മുക്കട കുണ്ടൂർ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചാണ് 2 മാസമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം 2 കോടി മുതൽ 2.5 കോടി വരെ ലിറ്റർ വെള്ളം ശേഖരിച്ച് 7 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിനാണ് ആക്ഷൻ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നത്. ഈ വൻകിട പദ്ധതി തുടക്കം കുറിക്കുന്നതോടെ പുഴ വറ്റുകയും കിണറുകൾ ഉൾപ്പെടുന്ന ജലസ്രോതസ്സുകൾ തന്നെ ഇല്ലാതാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കയ്യൂർ ചീമേനി, കിനാനൂർ കരിന്തളം, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ടാങ്കറുകളിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വെള്ളമെത്തിച്ചാണ് താൽക്കാലിക പ്രശ്ന പരിഹാരമുണ്ടാക്കുന്നതെന്നും സമരക്കാർ പറയുന്നു. ഈ പഞ്ചായത്തുകളിലെ ഭരണസമിതികളും ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുമാണ് കുടിവെള്ളം എത്തിക്കുന്നതെന്നും പറയുന്നു. പുതുതായി ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ എഡ്ജോയിങ് പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, വലിയപറമ്പ്, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളും കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലമ്പടമ്പ് പഞ്ചായത്തുകളിലെയും വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി പള്ളിപ്പാറയിൽ കൂറ്റൻ ജലസംഭരണിയുടെയും മുക്കട പഴയ തോണിക്കടവിൽ പമ്പിംഗ് സ്റ്റേഷന്റെയും നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും പുഴ വറ്റുന്നതോടെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും കൃഷിനാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് 2 പഞ്ചായത്തുകളിലെയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മുക്കട പുഴയിൽ നിന്ന് വൻതോതിൽ ജലം ഊറ്റുന്നതിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് നാട് ഒരുങ്ങുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ അഡ്ജോയിങ് പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് കണ്ണൂർ ജില്ലയിലെ 2 പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലയിലെ 5 പഞ്ചായത്തിലേക്കും വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരിപാടിയാണിത്. പ്രതിദിനം 2 കോടി മുതൽ 2.5 കോടി ലിറ്റർ വരെ വെള്ളമാണ് ഈ പുഴയിൽ നിന്ന് ഊറ്റാൻ വേണ്ടി പോകുന്നത്. അത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 3 കോടി മുതൽ 3.5 കോടി വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായും നമ്മുടെ പുഴയെ സംബന്ധിച്ച് അത്രയൊന്നും വലിയൊരു ജലസ്രോതസ് ഈ പുഴയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നില്ല. സ്വാഭാവികമായും പുഴ വറ്റി വരളുകയും ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാകെ തന്നെ വലിയ നിലയിലേക്കുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യും. അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട് ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അശോകൻ പെരിങ്ങാര ഇന്ന് ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൈപ്പിനകത്ത് കടന്നുകൊണ്ട് ഈ ഒരു ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയുള്ളത്. നാട് ഒന്നാകെ ഇത്തരം പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടമായി പ്രശ്നങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഒറ്റയാൾ പ്രതിഷേധത്തിലൂടെ ശ്രദ്ധേയനായ അശോകൻ പെരിങ്ങാര ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ തൃക്കരിപ്പൂർ എഡ്ജോയിങ് പദ്ധതിക്കിറക്കിയ കൂറ്റൻ പൈപ്പിനകത്ത് കിടന്ന് പ്രതിഷേധ ഉപവാസം നടത്തി. ഒരു നാടിനെ ഇല്ലാതാക്കിക്കൊണ്ട് പല പ്രദേശത്തേക്കും ഒരു ജല അതോറിറ്റിയുടെ വകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കും നമ്മുടെ പ്രദേശത്ത്. ഇത് നാട്ടുകാർ സംഘടിക്കുകയും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ഇന്ന് 6 മണിക്കൂർ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പൈപ്പിൽ ഇത്രയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ തേജസ്സിന് പുഴ ഉണ്ടാവില്ല. വരും കുട്ടികൾക്ക് ഒരു പേര് മാത്രമേ കേൾക്കാൻ വേണ്ടി കഴിയൂ. ഇരുകരകളിലെ ആക്ഷൻ കമ്മിറ്റികളുടെ ഭാരവാഹികളും സമരത്തിന് പിന്തുണയുമായി എത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.